ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളൊരു ബാത്റൂം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വീട് അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ചെയ്യുന്ന സമയത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൻ്റെ ബാത്റൂം ചെയ്യുന്ന സമയത്ത് എത്ര അളവുകൾ, അതായത് ഒരു ബാത്റൂമിന് എത്ര അളവുകൾ കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് മെയിനായിട്ട് വരുന്നത് വെച്ചാൽ ബാത്റൂമുകളെല്ലാം ഒരേ ലെവലിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതിപ്പോൾ സ്ഥലത്തിൻ്റെ അതായത് വെച്ചുള്ള ആ റേഞ്ചിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഏറ്റവും നല്ലത് ഒരേ ലെയറിൽ തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കയറി വരുന്ന ആ ഡോറ് തുറന്നതിന് ശേഷം ഡോറിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരാവുന്ന രീതിയിൽ അതായത് ഡോറ് തുറന്ന് കിടക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരാവുന്ന രീതിയിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ വാഷ് ബേസിൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതിനുശേഷം സെൻറ്ററിൽ നമ്മൾ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു കോർണറിലായിട്ട് നമ്മുടെ കുളിക്കുന്ന ഏരിയ, ഷവറിൻ്റെ ഏരിയ അല്ലെങ്കിൽ ഡൈവേർട്ടറിൻ്റെ സിസ്റ്റം ചെയ്യുന്നതാണ് ഏറ്റവും ഭംഗി. കാരണം എപ്പോഴും ബാത്റൂം നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും, എല്ലാം ഒരേ ലെയറിൽ അറേഞ്ച് ചെയ്തിരിക്കുകയും ചെയ്യും. നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് ഒരു ബാത്റൂമിൻ്റെ അടുത്ത് ഫീൽ ചെയ്യുകയും ചെയ്യും. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അളവുകളാണ് നമ്മൾ നോക്കേണ്ടത്. മെയിനായിട്ട് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ബാത്റൂമിൻ്റെ കുളിക്കുന്ന ഏരിയയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വരുന്നത്. കൈയൊക്കെ നമ്മൾ അനക്കി കുളിക്കുന്ന സമയത്ത് നമ്മുടെ ഭിത്തിയിൽ കൈ മുട്ടാത്ത രീതിയിൽ ഏകദേശം ഒരു 90 സെൻറ്റിമീറ്റർ എങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം. അതുപോലെ തന്നെ കുളിക്കുന്ന ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്ത സെക്ഷൻ വരുന്നതാണ് നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ. ക്ലോസറ്റിൻ്റെ ഏരിയയിലാണെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് 90 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പോയി കഴിഞ്ഞാൽ 80 സെൻറ്റിമീറ്റർ. പക്ഷേ നമുക്കൊരു ബാത്റൂമിൽ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് 90 സെൻറ്റിമീറ്റർ തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60 സെൻറ്റിമീറ്റർ വരുന്ന വാഷ് ബേസിൻ്റെ ഏരിയ ആണ് വരുന്നത്. അത് ജസ്റ്റ് 60 സെൻറ്റിമീറ്റർ ആയാൽ കൂടി നമുക്ക് ടേബിൾ ടോപ്പോ കാര്യങ്ങൾ അടിക്കുന്നതിന് ജസ്റ്റ് ടേബിൾ കൊടുക്കുന്നതിനൊക്കെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അതായത് ടോട്ടലായിട്ട് ഒരു ബാത്റൂമിന് നമുക്ക് ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു 240 സെൻറ്റിമീറ്റർ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്, നല്ല ലാവിഷായ ബാത്റൂം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നീളത്തിൽ നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് അറേഞ്ച് ചെയ്യാനായിട്ട് 240 സെൻറ്റിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നന്നായിരിക്കും. അതുപോലെ തന്നെ വീതി വരുന്നത് 180 സെൻറ്റിമീറ്റർ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. 180 സെൻറ്റിമീറ്റർ വീതിയും നമ്മുടെ നീളം വരുന്നത് ഏകദേശം 280 സെൻറ്റിമീറ്റർ വരാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതായത് 240 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ കുളിക്കുന്ന ഏരിയ 90 സെൻറ്റിമീറ്റർ, ക്ലോസറ്റിൻ്റെ ഏരിയ 90 സെൻറ്റിമീറ്റർ, പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നത് 60 സെൻറ്റിമീറ്റർ. അങ്ങനെ ടോട്ടൽ വരുന്നത് 240 സെൻറ്റിമീറ്റർ ആണ്. അത്രയും ഉണ്ടെങ്കിൽ നല്ലൊരു ബാത്റൂം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്രൊഫഷണൽ ലെവലിലുള്ള ബാത്റൂം യൂസ് ചെയ്യാൻ സാധിക്കും. നീളം 240 സെൻറ്റിമീറ്റർ, മറ്റത് വീതി വരുന്നത് 180 സെൻറ്റിമീറ്റർ കിട്ടുകയാണെങ്കിൽ നല്ലൊരു ബാത്റൂം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഇനി അതിനെക്കുറിച്ച് എന്തെങ്കിലും അളവുകളെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.